കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം പോത്തൻകോട് മഞ്ഞമല സ്വദേശികളുടെ മകൻ ശ്രീദേവിനെയാണ് വീടിന് പുറകിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മ സുരിതയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓടിയെത്തുമ്പോൾ ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെ ഈ കുഞ്ഞിന് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ് ഉണ്ടായത്. അപ്പം ഞാനും സ്വാഭാവികമായി കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണോ തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് ഞാനും വിചാരിച്ചു. ആ സമയത്താണ് ഈ കിണറിന് തൊടിയിൽ ഒരു ടവലിരിക്കുന്നതും ഈ കുട്ടിയുടെ ടവലിരിക്കുന്നതും കണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു സംശയം കിണറിലോട്ട് തന്നെ നമ്മൾ നോക്കി. കിണറിലോട്ട് തന്നെ നമ്മൾ കിണറിൽ കുട്ടി എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാമെന്ന് നമ്മൾ വിചാരിക്കുകയും ഉടനെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. അവരിവിടെ എത്തുകയും കുട്ടിയെ എടുക്കുകയും ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള പോലീസ് DSP ഉൾപ്പെടെ ആളുകൾ ഇവിടെ രംഗത്തെത്തുകയും പോലീസ് ഇവിടെ 3 മണിക്ക് ഇവിടെ പോലീസ് ഉണ്ടായിരുന്നു. സ്റ്റെഫിൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സ്റ്റെഫിൻ, കേട്ടാൽ ഞെട്ടുന്ന ഒരു സംഭവമാണ്. നവജാത ശിശുവാണ്. 36 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എന്ത് നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്? അക്ഷയ, ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ ഇപ്പോഴും തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത്. ഈ ഞായറാഴ്ചയായിരുന്നു കുഞ്ഞിൻ്റെ നൂലുകെട്ടലടക്കമുള്ള ചടങ്ങുകൾ കുടുംബം പ്ലാൻ ചെയ്തിരുന്നത്. അതിനിടയിലായിരുന്നു ഈ അതിദാരുണമായ സംഭവം. 2 മണിയോടുകൂടി കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ അടുത്ത് കാണാനില്ല എന്ന് ഈ അമ്മയുടെ മാതാവിനോടും അതോടൊപ്പം തന്നെ സഹോദരിയോടുമൊക്കെ തന്നെ പറയുന്നത്. തുടർന്ന് സജി, അതായത് കുഞ്ഞിൻ്റെ അച്ഛനെ വിവരം അറിയിച്ചു. അച്ഛൻ മറ്റൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നും വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും അവിടെ ഈ പരിസരത്തൊന്നും തന്നെ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഈ കിണറ്റിനോട് ചേർന്നുള്ള കൈവരിയിൽ ഈ കുഞ്ഞിൻ്റെ ടവൽ അവിടെ കണ്ടെത്തുന്നു. അതിനെ തുടർന്ന് ഈ കിണറ്റിൽ ടോർച്ചടിച്ച് നോക്കിയെങ്കിലും കുഞ്ഞിനെ കണ്ടെത്താനായില്ല. ഒരു പക്ഷേ കുഞ്ഞ് കിണറ്റിൽ ഉണ്ടാകാമെന്നൊരു നിഗമനം പോലീസിന് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫയർഫോഴ്സിനെ പോലീസ് തന്നെയാണ് വിളിച്ചു വരുത്തുന്നത്. ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലാണ് 36 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കണ്ടെത്തുന്നത്. തുടർന്ന് ഇൻക്വസ്റ്റ് അടക്കം പൂർത്തിയാക്കി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ മാതാവ് സുരിത ഉള്ളത്. വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു അവ്യക്തത ഈ കേസുമായി നിലനിൽക്കുന്നു. അതൊക്കെ മാറണമെങ്കിൽ വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ഏതായാലും അച്ഛന്റെ പരാതിയിലാണ് പോലീസ് എത്തുകയും കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതി നൽകി പിന്നീട് ഈ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ ഈ കുഞ്ഞിനെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. അമ്മ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുമുണ്ട്. എന്ത് സംശയമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംശയം എന്താണ്? എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ വീട്ടിൽ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നാട്ടുകാരിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ പോലീസിന്റെ സ്ഥിരീകരണത്തിനപ്പുറത്തേക്ക്? കുഞ്ഞിൻ്റെ മാതാവിൻ്റെ അച്ഛനാണ് ആദ്യമേ ഈ കാര്യം പോലീസിൽ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ അമ്മയടക്കമുള്ളവർ പോലീസിനോട് പറഞ്ഞിരുന്നത് വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. വീടിൻ്റെ വാതിലിന് കൊളുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കസേര വെച്ചായിരുന്നു ഈ വാതിൽ അടച്ചു വെച്ചിരുന്നത്. അങ്ങനെ ആരെങ്കിലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതാകാം, അല്ലെങ്കിൽ കുഞ്ഞിനെ ഏതെങ്കിലും മൃഗങ്ങൾ ഉപദ്രവിച്ചതാകാം എന്നൊക്കെ ഒരു സംശയം ആദ്യഘട്ടത്തിൽ ഈ കുടുംബം പോലീസിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പോലീസ് വിശ്വാസത്തിലെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പരിസരത്തും അതോടൊപ്പം തന്നെ കിണറ്റിൻ്റെ പ്രദേശത്തുമൊക്കെ പോലീസ് പരിശോധന നടത്തിയത്. മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉള്ളതായി നാട്ടുകാരോ അല്ലെങ്കിൽ തന്നെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ഒന്നും തന്നെ പറയുന്നില്ല. ഏതായാലും പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിലും അതോടൊപ്പം തന്നെ അന്വേഷണത്തിലൂടെ മാത്രമേ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവ്യക്തതകൾ മാറുകയുള്ളൂ. അമ്മ മാത്രം കസ്റ്റഡിയിൽ എന്നുള്ളൊരു ചോദ്യം ഉയർന്നുണ്ടല്ലോ സ്റ്റെഫിൻ. അക്ഷയ, ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് പോലീസിന് ചില സംശയങ്ങൾ അമ്മയുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ ഒരു കുഞ്ഞിനെ അമ്മ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചിരിക്കാമെന്നൊരു സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉണ്ട്. അതൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ പോലീസിന് കൃത്യമായ തെളിവുകൾ സംബന്ധിച്ച് വേണം. വിശദമായ മൊഴിയെടുക്കൽ അത്യന്താപേക്ഷിതമാണ്. അതൊക്കെ പൂർത്തിയാക്കുന്ന നടപടികളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാകുക ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം ആയിരിക്കും. ആ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കുഞ്ഞിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ എന്താണ് കുഞ്ഞിൻ്റെ മരണകാരണം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ശാസ്ത്രീയമായ ഒരു തെളിവായി പോസ്റ്റ്മോർട്ടം മാറും. ആ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മരണകാരണത്തെക്കുറിച്ചുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ.